നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും കൈപ്പറ്റുന്ന ലക്ഷക്കണക്കിന് ആളുകളെ നേരിട്ട് ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ പരിഷ്കാരം സർക്കാർ നടപ്പിലാക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം പെൻഷൻ വിതരണം കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കുന്നതിന്റെ ഭാഗമായി പുതിയ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇനി മുതൽ പെൻഷൻ തുക നേരിട്ട് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമായിരിക്കും എത്തിച്ചേരുക. അതിനായി ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. നിലവിൽ പെൻഷൻ വിതരണ രംഗത്ത് വരുത്താൻ പോകുന്ന ഈ വിപ്ലവാത്മകരമായ മാറ്റങ്ങളെക്കുറിച്ചും ഗുണഭോക്താക്കളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതെന്നും വളരെ വ്യക്തമായി പരിശോധിക്കാം. മുൻപ് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി നേരിട്ട് പണം സ്വീകരിച്ചിരുന്നവരാണ് ഈ പുതിയ മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. പുതിയ നിർദ്ദേശമനുസരിച്ച് ഇത്തരം ഗുണഭോക്താക്കൾ നാഷണലൈസ്ഡ് ബാങ്കുകളിലോ RBIയുടെ കൃത്യമായ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു ബാങ്കുകളിലോ അക്കൗണ്ട് ആരംഭിക്കേണ്ടതുണ്ട്. IFSC കോഡുള്ള ഏത് ബാങ്കിലും അക്കൗണ്ട് എടുക്കാവുന്നതാണ്. കേരള ബാങ്ക് അക്കൗണ്ടുകളും ഇതിനായി ഉപയോഗിക്കാം. എന്നാൽ നിലവിൽ ബാങ്ക് അക്കൗണ്ട് വഴി കൃത്യമായി പെൻഷൻ തുക ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ യാതൊരു കാരണവശാലും പുതിയ അക്കൗണ്ട് എടുക്കേണ്ടതില്ല. അവർക്ക് നിലവിലുള്ള അക്കൗണ്ടിലേക്ക് തന്നെ യാതൊരു തടസ്സവുമില്ലാതെ തുടർന്നും പണം ലഭിക്കുന്നതായിരിക്കും. അതിനാൽ ബാങ്ക് അക്കൗണ്ട് നിലവിലുള്ളവർ ഇതിനായി വീണ്ടും ബാങ്കുകൾ കയറിയിറങ്ങേണ്ട ആവശ്യമില്ല. ഇനി അടിയന്തരമായി അക്കൗണ്ട് എടുക്കേണ്ടത് മുൻപ് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി നേരിട്ട് കൈകളിൽ പണം വാങ്ങിയിരുന്ന ആളുകളാണ്. ഭിന്നശേഷിയുള്ളവർ, കുട്ടികൾ, മറ്റ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർ എന്നിവരെയെല്ലാം ഘട്ടം ഘട്ടമായി ബാങ്ക് അക്കൗണ്ട് വഴി പണം ലഭിക്കുന്ന രീതിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. എങ്കിലും വരുന്ന ഓണക്കാലത്തോ തൊട്ടടുത്ത മാസങ്ങളിലോ പെൻഷൻ വാങ്ങുന്നവർ ഇതിനെ ഓർത്ത് ഒട്ടും ഭയപ്പെടേണ്ടതില്ല. നിലവിലുള്ള പഴയ രീതിയിൽ തന്നെ കൈകളിൽ തുക എത്തിക്കുന്ന സംവിധാനവും ഈ മാസങ്ങളിൽ തുടരുന്നതായിരിക്കും. തുക വിതരണം പെട്ടെന്ന് നിർത്തിവെക്കുകയോ ആരെയും ബുദ്ധിമുട്ടിക്കുകയോ ഇല്ല. സർക്കാരിന്റെ ഈ പുതിയ പ്രക്രിയ പെട്ടെന്ന് നടപ്പിലാക്കാതെ എല്ലാവർക്കും അക്കൗണ്ട് എടുക്കാനുള്ള കൃത്യമായ സമയവും സാവകാശവും നൽകിക്കൊണ്ട് വളരെ പതുക്കെ മാത്രമേ പൂർത്തിയാക്കൂ എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. പെൻഷൻ തുക വിതരണത്തിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന നിരവധി പരാതികളും ക്രമക്കേടുകൾക്കും പരിഹാരം കാണാനാണ് സർക്കാർ ഈ പുതിയ ക്രമീകരണം കൊണ്ടുവന്നിരിക്കുന്നത്. മുൻപ് സഹകരണ ബാങ്കുകൾ വഴി വിതരണം നടത്തുമ്പോൾ ചില വിദൂര പ്രദേശങ്ങളിൽ പെൻഷൻ എത്താൻ വലിയ താമസം നേരിട്ടിരുന്നു. കൂടാതെ മരണപ്പെട്ടുപോയ വ്യക്തികളുടെ പേരിൽ പോലും ധനസഹായം കൈപ്പറ്റുന്ന രീതിയിലുള്ള ഗുരുതരമായ പരാതികളും ചിലയിടങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. വിതരണത്തിന് ശേഷം ബാക്കി വരുന്ന തുക കൃത്യസമയത്ത് സർക്കാരിലേക്ക് തിരികെ അടയ്ക്കാതിരിക്കുക, രാഷ്ട്രീയപരമായ ആവശ്യങ്ങൾക്ക് ഇത് ദുരുപയോഗം ചെയ്യുക തുടങ്ങിയ ഒട്ടനവധി സാങ്കേതിക ബുദ്ധിമുട്ടുകൾ പഴയ രീതിയിലുണ്ടായിരുന്നു. DBT സംവിധാനത്തിലൂടെ പണം നേരിട്ട് അക്കൗണ്ടിലേക്ക് എത്തുന്നതോടെ ഇത്തരം പോരായ്മകൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടും. ഈ പുതിയ ബാങ്ക് അക്കൗണ്ട് നിബന്ധനയിൽ നിന്നും ചില പ്രത്യേക വിഭാഗക്കാർക്ക് സർക്കാർ ഇളവുകൾ അനുവദിക്കാൻ സാധ്യതയുണ്ട്. പൂർണ്ണമായും കിടപ്പ് രോഗികളായ വ്യക്തികൾ, തീവ്രമായ ഭിന്നശേഷി നേരിടുന്നവർ എന്നിവർക്ക് ബാങ്കിൽ പോയി പണം പിൻവലിക്കുക പ്രായോഗികമല്ലാത്തതിനാൽ അവർക്ക് വീട്ടിൽ തന്നെ തുക എത്തിച്ചു നൽകുന്ന പ്രത്യേക സംവിധാനം തുടർന്നേക്കും. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തമായ സർക്കുലറുകളും ഇളവുകളുടെ വിശദാംശങ്ങളും വരും ദിവസങ്ങളിൽ അധികൃതർ പുറത്തുവിടുന്നതാണ്. മറ്റെല്ലാ ഗുണഭോക്താക്കളും സർക്കാർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് പുതിയ അക്കൗണ്ട് വിവരങ്ങൾ നൽകേണ്ടി വരും. DBT വഴി വിതരണം നടത്തുമ്പോൾ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട ചുമതല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കായിരിക്കും. പൊതുജനങ്ങൾ അക്കൗണ്ട് വിവരങ്ങൾ കൃത്യമായി കൈമാറിയാൽ മാത്രം മതിയാകും. അക്കൗണ്ട് എടുക്കാൻ ബാങ്കിൽ പോകുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ് നൽകി അക്കൗണ്ട് ആധാറുമായി സീഡ് ചെയ്യണം എന്ന് ജീവനക്കാരോട് പ്രത്യേകം പറയേണ്ടതുണ്ട്. പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയാണ് അക്കൗണ്ട് തുറക്കുന്നത് എന്ന് വ്യക്തമാക്കിയാൽ ബാങ്ക് അധികൃതർ തന്നെ ആധാർ ലിങ്ക് ചെയ്തു നൽകും. ഇതിനായി വലിയ തുക ഡിപ്പോസിറ്റ് ചെയ്യേണ്ടതില്ലാത്ത സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ആരംഭിച്ചാലും പെൻഷൻ തുക തടസ്സമില്ലാതെ അക്കൗണ്ടിൽ എത്തും. സർക്കാരിന്റെ ഭാഗത്തു നിന്നും എല്ലാവർക്കും അക്കൗണ്ട് മാറ്റാൻ ആവശ്യത്തിന് സമയപരിധി ലഭിക്കുമെന്നതിനാൽ ആരും തിടുക്കം കൂട്ടി ബാങ്കുകളിൽ തിരക്ക് കൂട്ടേണ്ടതില്ല. പൂർണ്ണമായ സജ്ജീകരണങ്ങൾക്ക് ശേഷം മാത്രമേ പദ്ധതി സംസ്ഥാനത്തുടനീളം പ്രാബല്യത്തിൽ വരികയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Please subscribe our channel.